ജീവിതശൈലി രോഗങ്ങളും ആരോഗ്യവും. പ്രിയ കൂട്ടുകാരെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ജീവിതശൈലി രോഗങ്ങളും ആരോഗ്യവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇന്നത്തെ ആധുനിക ജീവിത രീതിയിൽ ആരോഗ്യവും ഏറ്റവും ബാധിക്കപ്പെടുന്ന ഘടകങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു. സാങ്കേതിക പുരോഗതിയും നഗരവൽക്കരണവും ജീവിതം കൂടുതൽ സുഖപ്രദമാക്കിയെങ്കിലും അതിനൊപ്പം ജീവിതശൈലി രോഗങ്ങളും വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. മുൻ തലമുറയിലുള്ളവർ ഏറെ ക്രമശീലമുള്ള ജീവിത രീതിയാണ് പിന്തുടർന്നിരുന്നത്. നേരത്തെ എഴുന്നേറ്റ് സമയബന്ധിതമായ ഭക്ഷണവും നിത്യേന വ്യായാമവും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ രോഗങ്ങൾ വളരെ കുറവായിരുന്നു. എന്നാൽ ഇന്നത്തെ തലമുറയുടെ ഭക്ഷണശീലങ്ങളിലും ദിനചര്യയിലും ഉണ്ടായ മാറ്റങ്ങൾ, വ്യായാമമില്ലായ്മയും മാനസിക സമ്മർദ്ദവും ചേർന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു. പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, അമിതവണ്ണം, ക്യാൻസർ തുടങ്ങിയവയാണ് പ്രധാന ജീവിതശൈലി രോഗങ്ങൾ. രോഗം വന്ന ശേഷം ചികിത്സ തേടുന്നതിനേക്കാൾ രോഗം വരാതിരിക്കാൻ മുൻകരുതലെടുക്കുന്നതാണ് മികച്ചത്. ശരിയായ ഭക്ഷണക്രമം പാലിക്കാതെയും വ്യായാമം അവഗണിച്ചും നാം അനാവശ്യമായി രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ്. അതിനാൽ ആരോഗ്യ സംരക്ഷണത്തിന് വ്യക്തിപരമായ ജാഗ്രതയും നിയന്ത്രണവും അത്യന്താപേക്ഷിതമാണ്. പ്രമേഹം ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രണം വിട്ട് വർദ്ധിക്കുന്ന രോഗാവസ്ഥയാണ്. അമിതദാഹം, മൂത്രശങ്ക, ഭാരക്കുറവ് എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇതിൽ നിന്ന് രക്ഷ നേടാൻ ചിട്ടയായ ഭക്ഷണക്രമവും നിത്യേന വ്യായാമവുമാണ് മികച്ച മാർഗം. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന ഉയർന്ന രക്തസമ്മർദ്ദം തലവേദനയും ഉറക്കക്കുറവും പോലുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. അമിതവണ്ണം, ഉപ്പിൻ്റെ അധികോപയോഗം, മാനസിക പിരിമുറുക്കം എന്നിവ ഇതിന് വഴിവെക്കുന്നു. അതിനാൽ ഉപ്പിൻ്റെ ഉപയോഗം നിയന്ത്രിക്കുക, മനസ്സിനെ ശാന്തമായി നിലനിർത്തുക എന്നിവ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഇന്ന് ഹൃദയരോഗങ്ങൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. പുകവലി, മദ്യപാനം, ഫാസ്റ്റ് ഫുഡ്, എണ്ണയിൽ വറുത്ത ഭക്ഷണം എന്നിവ ഒഴിവാക്കുകയും പച്ചക്കറികളും പഴങ്ങളും ധാന്യങ്ങളും കൂടുതൽ ഉൾപ്പെടുത്തുകയും വേണം. ഇത് ഹൃദയാരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു. അമിതവണ്ണം എന്നും ആരോഗ്യത്തിന് ഒരു ഭീഷണിയാണ്. വ്യായാമക്കുറവും കൊഴുപ്പ് കൂടിയ ഭക്ഷണവും ഇതിന് പ്രധാന കാരണങ്ങളാണ്. അതിനാൽ ഭക്ഷണക്രമം നിയന്ത്രിക്കുകയും പ്രതിദിനമായി കുറച്ച് സമയം വ്യായാമത്തിനായി മാറ്റിവെക്കുകയും ചെയ്യണം. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ ജീവിതത്തിലെ എല്ലാ സൗഖ്യങ്ങളും നഷ്ടപ്പെടും. അതിനാൽ രോഗം വന്ന ശേഷം ചികിത്സ നേടുന്നതിനേക്കാൾ മുൻകരുതലുകളിലൂടെ ആരോഗ്യത്തെ സംരക്ഷിക്കുകയാണ് നമുക്കുള്ള വലിയ കടമ. നന്ദി, നമസ്കാരം. വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക.